ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിള ആരതി നടന്നു. മോക്ഷ ട്രസ്റ്റും പാങ്ങാവ് ശിവക്ഷേത്ര ട്രസ്റ്റും സംയുക്തമായിട്ടാണ് നിള ആരതി നടത്തിയത്. എടക്കയിൽ വാസുദേവൻ മുതുകുരിശിയും വയലിൻ ആര്യ സന്ദീപിന്റെയും നേതൃത്വത്തിൽ വയലിൻ എടക്ക സമന്വയം വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. വിശിഷ്ടാതിഥികളെ ക്ഷേത്രം ട്രഷറർ സുരേന്ദ്രൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ആരതി ഭാരതപ്പുഴയിൽ ഒഴുക്കിയും തീരത്ത് നൂറുകണക്കിന് വിളക്കുകൾ തെളിയിച്ചും നിള ആരതി നടത്തി. എഴുത്തുകാരനായ ജെ നന്ദകുമാർ ഇതോടനുബന്ധിച്ച് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു. ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വലിയ പോരാട്ടം, ഒരു വലിയ മുക്തിയജ്ഞം അതിന്റെ വിജയമുഹൂർത്തത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 500 വർഷക്കാലം ഒരിടത്തിനു വേണ്ടി പോരടിക്കുക ഒരു സമൂഹം. നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ജനിച്ചതായ സ്ഥലത്ത് രാമന് യോഗ്യമായൊരു ക്ഷേത്രം പണിയാനുള്ള അവകാശത്തിന് വേണ്ടി സത്യത്തിൽ ലോകരൊരു പക്ഷേ ചിരിക്കും ഇത് കേട്ടാൽ. കാരണം ഭാരതം രാമൻ്റെതാണ്, നമ്മളെല്ലാം രാമൻ്റെതാണ്, ഈ കാലവും രാമൻ്റെതാണ്. എല്ലാം രാമനിൽ ലയിക്കുകയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി കുറിച്ചു വെച്ചിട്ടുണ്ട് വാൽമീകി രാമായണത്തിൽ. ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണ്, പ്രതീകമാണ് രാമൻ. നമ്മളൊരു രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും അതിനും സ്വരൂപം നൽകുന്നത് രാമനാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി രാമരാജ്യം സ്വപ്നം കണ്ടത്. അപ്പൊ ഏത് തരത്തിലായാലും രാമൻ നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഒരു വികാരം കൂടിയാണ്. അങ്ങനെയുള്ള രാമൻ ജനിച്ച അയോധ്യയിൽ 1528 അവിടെ സ്ഥിതി ചെയ്തിരുന്ന അതിമനോഹരമായ ക്ഷേത്രം, ആ മനോഹാരിത, അതിൻ്റെ ഗാംഭീര്യം എത്ര കണ്ടുണ്ടായിരുന്നു എന്ന് പ്രാചീന കവികളൊക്കെ വർണ്ണിക്കുന്നത് അവിടെ മകനായ കുശനാൽ നിർമ്മിക്കപ്പെട്ട ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളിൽ പാകിയിരുന്ന സ്വർണ്ണ പാളികളിൽ രാത്രിയിൽ, ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ ചന്ദ്രിക നിലാവ് അതിൽ പ്രതിഫലിച്ച് ആ പ്രകാശം അങ്ങ് ലക്ഷ്മണപുരി പോലെ വരെ എത്തുമായിരുന്നു എന്നാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ അർച്ചകനായ സുബ്രഹ്മണ്യാടിക മുഖ്യപ്രഭാഷണം നടത്തി. ഗംഗയാദിയായിട്ട് സർവ തീർത്ഥങ്ങളും ഈ ജലത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാനിക്ക് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ശുഭ സന്ദർഭത്തിൽ ഈ ആരതി ചെയ്യുന്ന ഒരു സമ്പ്രദായം വന്നത്, അതും ഇന്ന് ഒരു മഹത്വമായ ദിവസമാണ്. ഈ മകര സംക്രമണത്തിൻ്റെ ഈ ദിവസം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ പൂർവികനായ ഭഗീരഥൻ തപസ് ചെയ്തിട്ട് ഭാഗീരഥി ഇന്ന് ധരയ്ക്ക് വന്ന ഒരു ശുഭമുഹൂർത്തമാണ് ഈ മകര സംക്രമണം. അപ്പോൾ അന്ന് തൊട്ട് കുറേ ദിവസം ഒരു കാത്തിരുന്ന് എങ്ങനെ ഭഗീരഥനിക്ക് തപസ് സിദ്ധിച്ചു, അങ്ങനെ നമുക്കും നമ്മളുടെ പൂർവികരും ചെയ്ത ആ തപസ് സിദ്ധിക്കുന്ന ഒരു വിശേഷമായ മുഹൂർത്തമാണ്. അപ്പോൾ ഈ ദിവസം നിളാരത്തി ചെയ്യുന്നത് വളരെ ശുഭവും മംഗളവുമാണ്. അഡ്വക്കേറ്റ് നരേന്ദ്രമേനോൻ, അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, ക്ഷേത്രം സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, ക്ഷേത്ര ഊരാളൻ രാമു ചാത്തനാത്ത്, മാനേജർ എം എ രാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.